ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇത് നമ്മൾ നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച് വെച്ചിട്ടുള്ള കടിച്ചക്കയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു കടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമുക്ക് ചെത്തിക്കളയാം. അപ്പോൾ ഇത് ഇന്നലെ ഐശു വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കടച്ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒന്നും ഇതില്ല, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കറി വെക്കാൻ കിട്ടാറുമില്ല. അപ്പോൾ ഇത് പിന്നെ ഐശു കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ വറുത്തരച്ച കറിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അന്നൊക്കെ വെക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ വെച്ചൊരു ഫീലാണ് അന്ന് ഉണ്ടാവാറുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ ചെത്തിയെടുത്ത് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയെടുക്കാം. കുറച്ചൊരു കട്ടിയിലും കനത്തിലും ആക്കി നമുക്ക് കഷ്ണങ്ങളാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളാക്കി നമ്മൾ വെള്ളത്തിലിട്ട് നല്ലത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു കറ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ വറുത്ത കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂടാക്കിയാലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കരിഞ്ഞു പോകരുതേ. നല്ലതുപോലെ ശരിക്കും ഈ ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ വറുത്ത് കൊടുക്കാം. ആ വറവായി വരുന്ന സമയത്ത് ഞാൻ വേഗം ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കടച്ചക്കം ഇട്ട് കൊടുക്കാം. അത് ഇങ്ങനെ വയറ്റൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്താൽ എന്താ പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം. പിന്നെ നമ്മളിത് ആവശ്യത്തിന് 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും വറുത്തിട്ട് ഇതിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുത്തുന്നുള്ളൂ. ഒരു 5-8 ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള അധികമായി പോകണ്ട കേട്ടോ. ചെറിയൊരു കഷ്ണം മതി. ഒരു 4 പച്ചമുളക്, അത്യാവശ്യം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു തക്കാളി, ഇത് നമുക്കിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. തക്കാളി ചെറിയൊരു ഒന്ന് മതി കേട്ടോ. വലിയതാണെങ്കിൽ ഒരു കഷ്ണം മതി. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവിട്ട് അധികം വേവൊന്നുമില്ല. അധികം വെന്ത് പോയാൽ അത് ഉടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വേവരുത്. ഒരു പാകത്തിലുള്ള വേവേ ആക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങ വറുത്തരക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് വറുത്ത് കൊടുക്കാം. ഒരു 3 ചെറിയുള്ളി, 1 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറവായി വരുന്ന സമയത്ത് അല്പം പെരിഞ്ജീരകം വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ, നിർബന്ധമാണ്. പിന്നെ നമുക്കിത് ഇതിലേക്ക് കുറച്ച് ബീഫിൻ്റെ മസാല, പണ്ട് ഇതൊന്നും ഇടാറില്ല കേട്ടോ. നമ്മളിപ്പം ഒന്നും കൂടി ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുള്ളൂ. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ആ ബീഫിൻ്റെ മസാല 1 ടീസ്പൂണും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ചെറിയ ജാറിലിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ എങ്ങനെയാണെന്നോ അരക്കുന്നത് ആ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ കടച്ചക്ക വെന്തിട്ടുണ്ട്. വെന്തതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടേ വേണ്ടു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ഇട്ട് കൊടുത്ത് വറവായതിനു ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാതെ ആദ്യം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി തേങ്ങ വറുത്തരച്ച കടച്ചക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.